കലോത്സവ വേദിയിൽ നമ്മളിങ്ങനെ എത്തുന്ന സമയത്ത് ഇവിടെ കുറേ NSS വോളണ്ടിയേഴ്സിന്റെ ആത്മാർത്ഥമായ കുറേ പരിശ്രമങ്ങൾ പല പല മേഖലകളിൽ നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെ പലയിടത്തും കാണുന്നതിൽ കുറച്ച് പേരെ കണ്ടപ്പോൾ കയ്യിൽ നിറയെ കവറുണ്ട് കേട്ടോ, രണ്ടുപേരുടെയും കയ്യിൽ. എന്താണ് കാര്യം എന്ന് അന്വേഷിച്ച് പോയപ്പോൾ മോള് തന്നെ പറയൂ, എന്താ കാര്യം? ഇത് എക്കോണസ്റ്റ് പറഞ്ഞ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ 3 പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാണ് ചെയ്യുന്നത്. ഞങ്ങളെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ബാമ്പൂന്റെ ടങ് ക്ലീനർ, അതുപോലെ ബ്രഷ് ആണ്. പിന്നെ വരുന്നത് പേപ്പറിന്റെ പെന്നാണ്. ഞങ്ങൾ ഇതിനോട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് പരമാവധി പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ്. സമൂഹത്തിന് നല്ലൊരു ഐഡിയ പകർന്ന് നൽകുക, ഒരു സന്ദേശം നൽകുക എന്നുള്ള ഒരു ഐഡിയയോടുകൂടിയാണ് ഞങ്ങളിത് ഇറങ്ങിയിട്ടുള്ളത്. ഇതൊരു സെറ്റിന് 100 രൂപ ആയിട്ടാണ് ഞങ്ങൾ ഇറക്കണത്. അതുപോലെ ഞങ്ങൾ ഇത് വിറ്റിട്ട് തന്നെ 60,000-ലധികം വിറ്റിട്ട് ഞങ്ങളൊരു കുട്ടിക്ക്, വീടില്ലാത്ത കുട്ടിക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പം ഞങ്ങളൊരു വായനശാല ഓപ്പൺ തുടങ്ങാൻ വിചാരിക്കുന്നുണ്ട്. അതിലേക്ക് ഫണ്ട് എടുക്കും. പിന്നെ പാലിയേറ്റീവ് ദിനാണെന്ന് അതിലേക്കും ഫണ്ട് ഞങ്ങൾ ചാരിറ്റി ആയിട്ട് നൽകാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഏത് സ്കൂള്? ഞങ്ങൾ മലപ്പുറം ജില്ലയിലെ GHSS കോട്ടപ്പുറം സ്കൂളിലാണ് വരുന്നത്. നിങ്ങൾ വോളണ്ടിയേഴ്സ് കുറേ പേരുണ്ടോ ഇവിടെ? ഞങ്ങൾ 9 പേരുണ്ട്. 4 പേര് പുറത്തായിട്ടും 4 പേര് സ്കൂളിലെ ഈ ഏരിയയിലായിട്ടും നിൽക്കുന്നു. അവളുടെ പേരെന്താ? എൻ്റെ പേര് അദിന. ശ്രീലക്ഷ്മി. എങ്ങനെയുണ്ട് ആളുകൾ ഇതിനോടുള്ള റെസ്പോൺസ് എങ്ങനെയുണ്ട്? പലർക്കും നല്ല ആഗ്രഹമുണ്ട്. ഞങ്ങളെ ഈ പ്രവൃത്തിയിൽ പലരും ഞങ്ങളെ അപ്രീസിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ തുടരണം എന്നാണ് പറയുന്നത്. പിന്നെ പലരും പല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഓരോരുത്തരുടെ അഭിപ്രായം അനുസരിച്ച് ഇനി ചേഞ്ച് വരുത്തണമെങ്കിൽ മാറ്റും. പിന്നെ നല്ല അഭിപ്രായമാണ്, ഇങ്ങനെ തുടരാനാണ് ഞങ്ങൾ ആഗ്രഹം. എങ്ങനെയുണ്ട് ആളുകളുടെ റെസ്പോൺസ്? അത് ഓരോരുത്തരും ഓരോ അഭിപ്രായമാണ് പറയുന്നത്. ചിലവർ നല്ല നല്ല സപ്പോർട്ടാണ്, ചിലവർ മൈൻഡ് ചെയ്ത് പോകും. അങ്ങനെ പലതരത്തിലുള്ള ആളുകളുണ്ട് അല്ലേ? നമ്മുടെ എന്തായാലും നല്ല ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ട് നമ്മുടെ വർക്ക് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? കലോത്സവത്തിന് നല്ല ചൂടുള്ള സമയമൊക്കെയാണ്, അതിനൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടോ? അതെ, ഞങ്ങൾ തലയിൽ നിൽക്കണ ഏറ്റവും നോക്കണ്ട, പലരും തരുന്നതാണ്. ഞങ്ങൾ ചൂടിനെ തരണം ചെയ്യാൻ ഇങ്ങനത്തെ ഓരോന്നെടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങളുടെ ആ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തികളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തുടരട്ടെ. എല്ലാവിധ ആശംസകളും.